ഗോവിന്ദൻ മാഷ് മാസായിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കേട്ടിട്ട് വരാം. ഞങ്ങൾ തുടർ ഭരണത്തിൽ വന്നാൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മലയാള പദത്തിലെ പാവപ്പെട്ട എന്ന പ്രയോഗം ഉണ്ടാവില്ല. അത് മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ പാവപ്പെട്ട പാവപ്പെട്ട പാവപ്പെട്ട. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിലെ ഈ മലയാള പദം പാവപ്പെട്ട എന്നുള്ളത് അവസാനിക്കും എന്ന് പറഞ്ഞാൽ വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം നേടിയിട്ടുള്ള രാജ്യങ്ങളിലെ പോലും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കാൾ ആ ജീവിതത്തിലെ കേട്ടോ, കാരണം ഞാൻ തന്നെ പ്രസംഗിക്കുന്നുണ്ട്, മുതലാളിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മുതലാളിത്ത സമൂഹത്തിൽ അതാണ്. അപ്പോൾ ഏറ്റവും താഴെയുള്ള ദരിദ്രരായ ജനങ്ങളെക്കാളെല്ലാം മേലെ ലോകത്തിലെ വികസനം നേടിയ രാജ്യങ്ങളിലെ ജനങ്ങളോടൊപ്പം കേരളത്തെ എത്തിക്കുക എന്നുള്ളതാണ്. അതിന്റെ മലയാളം ഞാൻ ആദ്യം പറഞ്ഞത്. പാവങ്ങൾ എന്ന പ്രയോഗം ഇനി മലയാള ഭാഷയിൽ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയാനുണ്ടാവില്ല. അത്തരത്തിലൊരു നാടാക്കുന്നതാണ് ഞങ്ങളെ ഉന്നം. എടാ, ഇതുപോലെ ആർക്ക് പറയാൻ പറ്റും? ഗോവിന്ദൻ മാഷി പറഞ്ഞ കണക്ക് പാവങ്ങള് എന്നൊരു പദം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ കേരളത്തില് ജനങ്ങളെ ഉയർത്തും, അവരുടെ ജീവിത രീതി ഉയർത്തും എന്നുള്ളതാണ് ഗോവിന്ദൻ മാഷി പറഞ്ഞത്. ഇത് നമ്മളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് എന്തൊരു തള്ളലാണ് തള്ളുന്നല്ലേ. ഇങ്ങനെയൊക്കെ തള്ളുമ്പോൾ മൂപ്പർക്ക് മനസ്സിൽ ചിരി വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. പക്ഷെ ഇങ്ങനെയൊക്കെ തള്ളുമ്പോഴും ഈ കേരളത്തിലെ ജനങ്ങളൊക്കെ പൊട്ടന്മാരാണെന്നുള്ള വിചാരം. ഈ കേരളത്തിലെ ജനങ്ങൾക്കൊന്നും തീരെ ബുദ്ധിയില്ല എന്നുള്ളതാണോ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത്? ഒരു പിടുത്തം കിട്ടുന്നില്ല. നമുക്കറിയില്ല, മുമ്പൊക്കെ ഇയാൾ എന്ത് പറഞ്ഞാലും തള്ളലാണ്, വലിയ തള്ളലാണ്. പത്രക്കാരുടെ മുമ്പിലായാലും പത്രമാധ്യമക്കാരുടെ മുമ്പിലായാലും. മുമ്പ് ഈ മുസ്ലിം ലീഗ് CPM-ലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ പത്രക്കാർ ചോദിച്ചു ലീഗിനെ എങ്ങനെ കാണുന്നു. ലീഗ് മതേതരവാദിയാണ്, ലീഗിനെ കൂട്ടാൻ പറ്റുന്ന വാദിയാണ്. ലീഗ് വരില്ല എന്ന് കണ്ടപ്പോൾ ലീഗ് വർഗീയവാദിയാണ്. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കുഴപ്പമില്ല, ആദ്യം കുഴപ്പം ഞങ്ങളെ കൂടെ നിന്നാണ്, അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. രാജ്യതാൽപര്യങ്ങളാ എല്ലാ ഇസ്ലാമിക പ്രശ്നങ്ങളാ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ UDF-ന്റെ കൂട്ടാണ്. അപ്പോൾ അവർ തീവ്രവാദികൾ, രാജ്യദ്രോഹികൾ. അതുപോലെ തന്നെ കേരളയിൽ വന്നാലുള്ള ഗുണം എന്താന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ കേരളയിൽ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് പിന്നെ പരിപ്പുവട, ഉള്ളിവട, അതുപോലെ തന്നെ മറ്റുള്ള വടകളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു വരാല എന്നുള്ളതൊക്കെ വലിയ തള്ള വിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ കേരളയിൽ ആകാശത്ത് കൂടെ വായുവിലൂടെ ഞങ്ങൾ കേരളയിൽ കൊണ്ടുവരും എന്നൊക്കെ